Hello guys, welcome everyone. I am Dions. Sony LIVിന്റെയും Sony Pictures Coreന്റെയും ഫ്രീ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ റിഡീം ചെയ്യാം എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്പോളഗൈസ് എവരി വൺ ഫോർ ഡിലേ. ഈ 2024 ഓണത്തിന് സോണിയുടെ ബ്രാവിയ ടിവികൾ സെലക്റ്റഡ് മോഡൽസ് ഓഫ്ലൈനിൽ വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഇനിയും വാങ്ങാൻ പോകുന്ന സോണിയുടെ കസ്റ്റമേഴ്സിനും സോണി ലിവിൻ്റെ ഫ്രീ 3 months പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അത് എങ്ങനെ റിഡീം ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം സോണി പിക്ചേഴ്സ് കോർ റിഡീം ചെയ്യുന്നതും വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാം. ടോപ്പ് സ്ട്രീമിംഗ് സർവീസസ് നൽകുന്ന OTT ആപ്പുകളിൽ ഒന്നായ സോണി ലിവ് ഇന്ത്യയുടെ ആദ്യത്തെ OTT ആപ്പാണ്. സോണി ലിവിൻ്റെ പ്രയോജനങ്ങൾ ലൈവ് സ്പോർട്സ്, ലൈവ് ക്രിക്കറ്റ് മാച്ച്, സിനിമ ഓൺലൈനായി കാണാൻ സാധിക്കും, ലൈവ് ന്യൂസ്, നമ്മുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ ഷോസ് സോണി എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് ടെലിവിഷനിലും SCTയിലും SABയിലും കാണാൻ സാധിക്കും. അതുപോലെ മറ്റു പല സേവനങ്ങളും നമുക്ക് ലഭിക്കും. മാസം 399 രൂപ വില വരുന്ന ലൈവ് സബ്സ്ക്രിപ്ഷൻ 3 മാസം ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം സോണി ബ്രാവിയ ടിവിയിൽ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ ആപ്സ് സെലക്ട് ചെയ്യുക. ആപ്സിൽ സോണി ലിവ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കാരണവശാലും അതിൽ ഡയറക്റ്റ് പോയി ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യരുത്. സോണി ലിവിൽ പോയി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതിന് പകരം നമ്മൾ ആപ്സിൽ പോയിട്ട് മൈ ബ്രാവിയ എന്ന് പറഞ്ഞ ആപ്പ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടി വിയുടെ ഹോം സ്ക്രീനിൽ മൈ ബ്രാവിയ എന്ന് പറഞ്ഞ ആപ്പ് ഒരു ഗിഫ്റ്റിൻ്റെ അവിടെയുള്ള ആപ്പാണ്. അത് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് മൈ ബ്രാവിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ വീണ്ടും ഹോം സ്ക്രീനിൽ പോയിട്ട് ആപ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള റിമോട്ടിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ബട്ടൺ അമർത്തി പിടിച്ച് ഓക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുക. അപ്പോൾ വീണ്ടും പ്ലേ സ്റ്റോർ ഡിസ്പ്ലേ ആവും. അതിൽ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് മൈ ബ്രാവിയ എന്ന് വോയിസ് കമാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മൈ ബ്രാവിയയുടെ ആപ്പ് അതിൽ വരും. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോണി ലൈവിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ റിഡീം ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, നമ്മൾ ആദ്യം ബ്രാവിയ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം മൈ ബ്രാവിയ എന്ന് പറഞ്ഞ ഗിഫ്റ്റിൻ്റെ ബോക്സിൻ്റെ പടമുള്ള ആപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആവും. സ്റ്റെപ്പ് 2, സോണി ലൈവ് ഓഫർ ഓപ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി പുതിയ പേജിൽ ഈ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. ബോണസ് ഓഫർ, ന്യൂ ബ്രാവിയ TV അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ് അതിൽ സോണി ബ്രാവിയ കോർന്നോ അല്ലെങ്കിൽ സോണി പിക്ചേഴ്സ് കോർ എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് താഴെ സോണി ലൈവ് 3 months പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മളുടെ ഇമെയിൽ ID ചോദിക്കും. അതിൽ നമ്മുടെ രജിസ്റ്റർ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത ഉടനെ നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും, register.sony.co.in എന്ന് പറഞ്ഞ്. ചിലപ്പോൾ അത് നമ്മുടെ സ്പാം മെയിലിലായിരിക്കും വന്നിരിക്കുക. അത് ഓപ്പൺ ചെയ്യുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ രജിസ്റ്റർ പ്രൊഡക്റ്റ് എന്ന് റൈറ്റ് സൈഡിൽ കാണിക്കും. രജിസ്റ്റർ പ്രൊഡക്റ്റിൽ പോയി നമ്മുടെ TVയുടെ 8 digit പ്രൊഡക്റ്റ് നമ്പറും മോഡൽ കോഡും തൊട്ടു താഴെ സീരിയൽ നമ്പറും എൻ്റർ ചെയ്യുക. 8 digit പ്രൊഡക്റ്റ് നമ്പറും മോഡൽ കോഡും സീരിയൽ നമ്പറും TVയുടെ വാറണ്ടി കാർഡിലും പ്രൊഡക്റ്റിൻ്റെ ബോക്സിലും കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വെരിഫൈ കൊടുത്താൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആകും. അതിൽ കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ സെൽഫ് എന്ന് കൊടുക്കുക. നമ്മുടെ പേരും മെയിൽ IDയും ഫോൺ നമ്പറും അതിൽ ചോദിക്കുന്ന ഇൻഫർമേഷൻസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ചോദിക്കും. പർച്ചേസ് ഡേറ്റും മറ്റ് ചോദിക്കുന്ന കാര്യങ്ങളും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ഫോർ രജിസ്ട്രേഷനിൽ പോയി സബ്മിറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു പുതിയ പേജ് ഓപ്പൺ ആകും. അതിൽ 3 months ഓഫ് സോണി ലിവ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എന്നും റൈറ്റ് സൈഡിൽ 1 year എക്സ്റ്റൻഡഡ് വാറണ്ടി കാണിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഓഫർ 3 months ഓഫ് സോണി ലിവ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. നമ്മുടെ പ്രൊഫൈൽ കാണാനും എഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ്. ഓക്കെ ആണെങ്കിൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് വരും. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും ഓഫർ ഡീറ്റെയിൽസുമായിട്ടാണ്. ഇതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പേജ് വരും. ഓഫർ കൂപ്പൺ കോഡ് ഈ സെൻഡ് ടു യുവർ മെയിൽ ID എന്ന് പറഞ്ഞ് ഒരു മെയിൽ വരും. യുവർ സോണി ലിവ് ആക്ടിവേഷൻ കോഡ് എന്ന് പറഞ്ഞ് ഒരു യൂസർ കോഡും നമുക്ക് ലഭിക്കും. നമ്മൾ വീണ്ടും സോണിയുടെ വെബ്സൈറ്റിൽ പോയി sonyliv.com activate_offer ലോഗിൻ ചെയ്യുക. അപ്പോൾ ഡു യു ഹാവ് എ കൂപ്പൺ എന്ന് ചോദിക്കും. യെസ് എന്ന് കൊടുത്ത്
കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക. അങ്ങനെ സോണി ലിവിൻ്റെ 3 month സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആവും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോണി ലിവിൻ്റെ പ്രീമിയം സബ്സ്ക്രൈബേഴ്സിന് ഈ കൂപ്പൺ റിഡീം ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സോണി ടി വി ഗൂഗിൾ അക്കൗണ്ടുമായി സൈൻ ഇൻ ചെയ്ത് ഗൂഗിൾ ടി വി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോണി ലിവിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ചില മോഡലുകളിൽ ഇതുപോലെ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ രജിസ്റ്റർ യുവർ ടി വി എന്ന് കാണിക്കും. റൈറ്റ് സൈഡിൽ രജിസ്റ്റർ യൂസിങ് ഗൂഗിൾ അക്കൗണ്ട് എന്നും രജിസ്റ്റർ വിത്ത് അതർ ഇമെയിൽ എന്നും കാണിക്കും. നമുക്ക് രജിസ്റ്റർ വിത്ത് ഗൂഗിൾ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ ഇമെയിലിൽ നമ്മൾ നേരത്തെ ഗൂഗിൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് അതേ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത് ഒരു പേജ് കൂടി ഓപ്പൺ ആവും. എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരും, സോണിയുടെ മെയിൽ. ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ നമുക്ക് 3 months സോണി ലീവ് സബ്സ്ക്രിപ്ഷനുള്ള ഡീറ്റെയിൽസാണ് വരിക. ഗെറ്റ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഡീറ്റെയിൽസിൽ സോണിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടി വരില്ല. അതിനുശേഷം നമ്മൾ സോണി ലിവിൻ്റെ വെബ്സൈറ്റിൽ പോകാം, അല്ലെങ്കിൽ സോണി ലിവ് എന്ന ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ സോണി ലിവിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ടി വി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് ഗൂഗിൾ അക്കൗണ്ടായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. സോണിയുടെ സ്വന്തം സ്ട്രീമിംഗ് ആപ്പാണ് സോണി പിക്ചേഴ്സ് കോർ. സിനിമ തിയേറ്ററിൽ കാണുന്ന അതേ സിനിമാറ്റിക് എക്സ്പീരിയൻസിലും ആംബിയൻസിലും വൈബിലും നൽകുന്ന 4K ബ്ലൂറേ പിക്ചർ ക്വാളിറ്റിയിൽ 80 Mbps പ്യുവർ സ്ട്രീമിങ്ങിലുമാണ് നമുക്ക് വീട്ടിലിരുന്ന് സിനിമ പിക്ചർ കോർ മുഖേന മൂവീസ് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ സോണിയുടെ പുതിയ റിലീസ് ചെയ്ത സിനിമകളും ക്ലാസിക്കുകളും ഐമാക്സ് എൻഹാൻസ് മൂവീസും ഉൾപ്പെടെ നിരവധി മൂവീസും വരുന്നുണ്ട്. 100 മൂവീസ് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. സൗണ്ടിന് വേണ്ടി ഡോൾബി അറ്റ്മോസും DTS X സൗണ്ട് സിസ്റ്റവും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോണിയുടെ 32 ഇഞ്ച് വാങ്ങിക്കുന്ന കസ്റ്റമർക്കടക്കം 32W835 എന്ന മോഡലടക്കം 3 മാസം ഫ്രീ ആയിട്ട് സോണി പിക്ചേഴ്സ്, സോണി കൊളംബിയ പിക്ചേഴ്സ് അൺലിമിറ്റഡ് ആയിട്ട് 3 മാസം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ മൂവിയുടെ ഒരു ക്രെഡിറ്റും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സോണിയുടെ ബ്രാവിയ 2 സീരീസുകളിൽ 43, 50, 55, 65 ഇഞ്ച് മോഡലുകളിലും 3 മാസം ഫ്രീ സബ്സ്ക്രിപ്ഷൻ സോണി പിക്ചേഴ്സ് കോറിന് സോണി കോംപ്ലിമെൻ്റായി നൽകുന്നു. അതിൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും സോണി മൂവീസ്, സോണി പിക്ചേഴ്സ്, സോണി കൊളംബിയ പിക്ചേഴ്സ് മൂവീസ് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മൂവിയുടെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്ത് ബ്രാവിയ 3 സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 year സോണി പിക്ചേഴ്സ് കോർ മുഖേന സോണി മൂവീസ് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 3 പുതിയ മൂവീസ് കാണാനുള്ള ക്രെഡിറ്റും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്തത് ബ്രാവിയുടെ സീരീസ് 7, സീരീസ് 8, സീരീസ് 9 എന്ന മോഡൽസ് ആണെങ്കിൽ, പ്രീമിയം മോഡൽസ് ആണെങ്കിൽ നമുക്ക് സോണി പിക്ചേഴ്സ് കോർ മുഖേന കോംപ്ലിമെൻ്ററി ആയിട്ട് 2 വർഷം സോണിയുടെ മൂവീസ് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ 10 മൂവീസിൻ്റെ ക്രെഡിറ്റും നമുക്ക് ലഭിക്കുന്നു. സോണി ലീവ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് പോലെയല്ല സോണി പിക്ചേഴ്സ് കോർ. നമ്മുടെ സോണി ടി വിയിൽ നിർബന്ധമായും ഗൂഗിൾ ടി വി സൈൻ ചെയ്ത് ഗൂഗിൾ ടി വി ആക്ടിവേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആപ്സിൽ പോയി സോണി പിക്ചേഴ്സ് കോർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ സോണി പിക്ചേഴ്സ് കോർ എന്ന് പറഞ്ഞ ഒരു പേജ് ഓപ്പൺ ആകും. ബ്രിങ് ദ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഹോം എന്ന് കാണിച്ച് നമ്മുടെ ഫ്രീ ക്രെഡിറ്റിൽ റെഡീം ചെയ്യാവുന്ന മൂവീസിൻ്റെ എണ്ണവും എത്ര മാസം ഫ്രീ ആയിട്ട് 100 മൂവീസ് കാണാമെന്നും കാണിക്കും. അതിനു താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നും ലോഗിൻ എന്നും കാണിക്കും. നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആകും. രജിസ്റ്റർ എന്ന് കാണിച്ച് എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ് ഓർ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് കാണിക്കും. നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മൾ ഒരു പേഴ്സണൽ അക്കൗണ്ട് വെച്ചാണ് ഗൂഗിൾ ടി വി സൈൻ ഇൻ ചെയ്തെങ്കിൽ നമ്മുടെ ആ മെയിൽ ഐ ഡി വെച്ച് എൻ്റർ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഒരു ഡമ്മി അക്കൗണ്ട് വെച്ചാണ് ഗൂഗിൾ ടി വി ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ ആ അക്കൗണ്ട് ഉപയോഗിച്ച് സോണി പിക്ചേഴ്സ് കോറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. അതിനു പകരം നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ആൻഡ്
ഡാറ്റ എന്ന് കാണിച്ച് ഒരു പുതിയ പേജ് ഓപ്പൺ ആകും. ഐ അഗ്രി ടു ഓൾ ഓഫ് ദ അബവ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ദ ഫോളോയിങ് ക്ലിക്ക് ചെയ്യുക. താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഉടനെ രജിസ്റ്റർ എന്ന് കാണിച്ച് ഒരു പുതിയ പേജ് ഓപ്പൺ ആകും. ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന് അതിൽ കാണിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ സോണി പിക്ചേഴ്സ് സ്കോറിൻ്റെ പേജ് ഓപ്പൺ ആകും. അതിൽ നമ്മൾ മൂവീസ് സെലക്ട് ചെയ്ത് ആസ്വദിക്കുക. സോണി ലിവും സോണി പിക്ചേഴ്സ് സ്കോറും നമ്മുടെ ടി വിയിൽ ഫ്രീ ആയി റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. 1-2 പ്രാവശ്യം വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അടുത്ത വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.